എന്താടി ഒരാള് സിന്ദൂരൊക്കെ നോക്കിയാൽ വളരെ റയറായിട്ട് ഇടാറുള്ളൂ. മഹാഭാരതത്തില് ദുര്യോധനന്റെ അമ്പലം ഉണ്ട് കേട്ടാ. മമ്മടുത്ത് വഴക്കിട്ടിരിക്കുക. മമ്മടുത്ത് വഴക്കിട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നേ കൊല്ലത്തോട്ട് പോവുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ട് പോവുക. കുറേ നാളെ ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. കുറേ നാളത്തെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ കൊല്ലത്ത് പോയിട്ട് 2-3 സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഞാൻ പോവുകയാണ്. അത് പോണ വീഡിയോ നമുക്കിത് കാണാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കമ്പനിയിലുള്ളത് മനസ്സിലാക്കും, എന്നാലും നമുക്കൊന്ന് പോയി കാണാം. എന്താടി ഒരാള് സിന്ദൂരൊക്കെ നോക്കിയാൽ വളരെ റയറായിട്ട് ഇടാറുള്ളൂ. ഇന്ന് ഒക്കേഷണലി ഞങ്ങൾ പുറത്തോട്ട് എനിക്ക് രസമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരുത്തൻ റെഡിയായി നിൽക്കണ നോക്കി അമ്മയും പിന്നെ ഇപ്പൊ മമ്മിയും വരും. അവള് റെഡിയായി ഇറക്കാനായിട്ടാണ് കുറച്ച് പാടും. മനു അവള് ഇപ്പൊ തന്നെ ഇറങ്ങും. ഉടുക്കത്തെ ചൂട് കേട്ടോ. രാവിലെ 5 മണി ആയിട്ടേ ഉള്ളന്നേ. ഉടുക്കത്തെ ചൂട്. ഞാനിപ്പോൾ വേർതിരിക്കുക. ഞാൻ കാറൊക്കെ സെറ്റ് ആയിരുന്നു. അത് കുട്ടനെ ആ വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ ഇടിപ്പിച്ചേക്കണേ. കാരണം അവൻ ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. ഇടയ്ക്കൊന്ന് അവന് മോഷൻസിക്ക് വരാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ കഥ കേട്ടാലോ, ബോറടി മാറ്റാനായിട്ട്. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഒരു 7000 വർഷങ്ങൾക്ക് മുമ്പാണ്. 7000 വർഷം എന്ന് പറയുമ്പോഴേക്കും ഏതാണ് നമുക്ക് മനസ്സിൽ വരുന്നത്? മഹാഭാരത യുദ്ധമാണ്. അപ്പം മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുമ്പ് പാണ്ഡവർ കാട്ടിൽ വനവാസകാലത്തിന് പോകില്ലേ, ആ ടൈമിൽ നമ്മുടെ ദുര്യോധനൻ, കർണൻ ഇവരൊക്കെ കൂടെയിട്ട് പാണ്ഡവരെയും തപ്പി നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന ടൈമിൽ 4 ദിക്കും നടക്കുകയാണ്. നടന്ന് ഒരു കാട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ പോവുകയാണ്. കാട്ടിക്കൂടെ പോകുന്ന ടൈമിൽ ദുര്യോധന് ഭയങ്കര ദാഹം. അപ്പോൾ ദാഹം മാറ്റാനായിട്ട് വെള്ളം നോക്കിയപ്പോഴേക്കും വെള്ളത്തിൻ്റെ ഇവരുടെ സ്റ്റോറേജ് എല്ലാം തീർന്നുപോയി. അപ്പോൾ തീർന്നുപോയ ടൈമിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേക്കും വെള്ളമൊന്നും കാണാനില്ല. പോകുന്ന വഴിയെ ഒരു ചെറിയൊരു അമ്മൂമ്മ, കാട്ടിനുള്ളിൽ കൂടെയാണ് കേട്ടോ, ഒരു അമ്മൂമ്മ, ഒരു വയസ്സായ സ്ത്രീ, അമ്മൂമ്മ എന്ന് പറയാം, അവർ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്ന ടൈമിൽ ദുര്യോധനൻ കുറച്ച് വെള്ളം ചോദിച്ചു. അപ്പോൾ ഈ അമ്മൂമ്മ മനസ്സിലാക്കുന്നില്ല ഇത് ദുര്യോധനാണെന്ന്, അതായത് രാജകുടുംബത്തിലൊരു അംഗമാണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. കാരണം ഫുള്ള് കവറായിട്ടാണ് നടക്കുന്നത്, അതായത് തലയിൽ കൂടെയൊക്കെ പുതപ്പ് മൂടി അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ വെള്ളം ചോദിച്ച ടൈമിൽ അമ്മൂമ്മ കയ്യിലുണ്ടായിരുന്ന കലത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പോഴേക്കും ദുര്യോധനൻ എന്ത് ചെയ്തു? ദുര്യോധനൻ ഈ പുതപ്പൊക്കെ മാറ്റി കൈ നീട്ടിയപ്പോഴേക്കാണ് രാജാവാന്ന് മനസ്സിലായത്. അപ്പോഴേക്കും തന്നെ വെള്ളം കയ്യിലോട്ട് വീണിട്ടുണ്ടായിരുന്നു. വീണ ടൈമിൽ വെള്ളം കുടിച്ചപ്പോഴേക്കും അമ്മൂമ്മയുടെ പേടി കണ്ടിട്ട് ദുര്യോധനൻ ചോദിച്ചു, എന്താ നിങ്ങൾ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മൂമ്മ പറഞ്ഞ്, രാജാവായിരുന്നെന്ന് അറിയില്ലായിരുന്നു, എന്നെ കൊല്ലല്ലേ എന്നൊക്കെ അമ്മൂമ്മ ഇങ്ങനെ പേടിച്ച് വരച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ പേടിച്ച് വരച്ച് സംസാരിച്ച ടൈമിൽ ദുര്യോധനൻ എന്ത് പറഞ്ഞു? ദുര്യോധനൻ പറഞ്ഞ്, ദാഹം മാറ്റാൻ വന്ന എനിക്ക് വെള്ളം തന്ന നിങ്ങളെ ഞാൻ എന്തിനാണ് കൊല്ലുന്നത്? അതായത് നമ്മുടെ ദുര്യോധനൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് കർണൻ. കർണനാണെങ്കിൽ ഒരു ശൂദ്രപുത്രനാണ്. അപ്പോൾ ദുര്യോധനന് ഇങ്ങനത്തെ ജാതി മത ഇതിലോട്ടൊന്നും അധികം വിശ്വാസങ്ങളില്ലാത്തത് കൊണ്ടും ദുര്യോധനൻ പറഞ്ഞു ഏത് ജാതിയായാലും എന്താണ്, നിങ്ങൾ തന്ന വെള്ളം കൊണ്ടല്ലേ എൻ്റെ ദാഹം ഞാൻ മാറ്റിയത് എന്ന് പറഞ്ഞപ്പോഴേക്കും, ഈ പറയുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഈ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 വർഷങ്ങൾക്ക് മുമ്പ് വഴക്കമുള്ളതാണ്. നമ്മുടെ കർണനെ വരെ ശൂദ്രപുത്ര എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദുര്യോധനൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേക്കും അമ്മൂമ്മ ഒന്ന് അത്ഭുതപ്പെട്ട് നിന്നുപോയി. അപ്പോൾ അത്ഭുതപ്പെട്ട് നിന്ന അമ്മൂമ്മ സന്തോഷം കൊണ്ട് ദുര്യോധനനെ അവരുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്, അതായത് അവരുടെ ഗ്രാമത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദുര്യോധനൻ എന്ത് പറഞ്ഞു? ദുര്യോധനൻ പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് പോവുകയാണ്. ഇവർ പോകുന്ന വഴിയിൽ അമ്മൂമ്മയായിട്ടൊക്കെ നല്ലോണം വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേക്കും അമ്മൂമ്മ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഒരു രാജാവ് ഒരു കീഴ്ജാതിക്കാരിയായ ഒരു സ്ത്രീയുടെ അടുത്തോട് ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോഴേക്കും ആരായാലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ഇവർ ആ ഭാഗത്ത് ഇവരുടെ വില്ലേജിലെത്തി, അതായത് ഇവരുടെ ഗ്രാമത്തിലെത്തിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദുര്യോധനൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അവരുടെ കൂട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ച ശേഷം ദുര്യോധനനും സംഘവുമായിട്ട് മടങ്ങി പോവുകയാണ്. ആരന്വേഷിച്ചിട്ട്? നമ്മുടെ
പാണ്ഡവരന്വേഷിച്ചിട്ട്. പോകുന്ന ടൈമിൽ ദുര്യോധനൻ ഒരു കാര്യം ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഞാൻ എന്നെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും, തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഞാൻ വീരമൃത്യു അടിഞ്ഞു എന്ന് വിചാരിക്കുക എന്ന് പറയുന്നുണ്ട്. പറഞ്ഞ ദുര്യോധനും സംഘവും, അതായത് ദുര്യോധൻ കർണനും ശകുനിയെ കൂടെ ആയിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയ ടൈമിൽ ഈ അമ്മുമ്മയും അവിടുത്തെ വില്ലേജിൽ, അതായത് ഗ്രാമപ്രദേശത്തിലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായപ്പോഴേക്കും ദുര്യോധന ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ദുര്യോധനൻ അവിടെ ഇരിക്കുന്ന ടൈമുകളിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഇവർ ഒരു ചെറിയൊരു അമ്പലം പോലെ കെട്ടിയിട്ട് ദുര്യോധനെ ആദരിക്കുകയാണ്. അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടല്ല ആദരിക്കുന്നത്, അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് കീഴ്ജാതിക്കാരായ ജനങ്ങളുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്ത ഒരു രാജാവിനെ, ആ രാജാവിൻ്റെ മഹത്വം കണ്ടിട്ട് അവർ ആ സ്ഥലത്ത്, മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലത്ത് ഒരു ചെറിയ കൂടാരം കെട്ടിയിട്ട് അവർ ബഹുമാനിക്കുകയും തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവർ. പക്ഷേ നിങ്ങൾക്കറിയാലോ, ബാക്കിയുള്ള കഥകൾ നിങ്ങൾക്കറിയാലോ, ദുര്യോധനൻ എന്തായാലും തിരിച്ചു വരുന്നില്ല. മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനൻ വീരമൃത്യു അമൃതകീഴ, ഇതൊക്കെ നമ്മുടെ കഥകളിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ കഥ പറയാൻ കാരണം, ഞങ്ങളിപ്പോൾ പോകുന്നത് ഈ സംഭവം നടക്കുന്ന ഈ ഗ്രാമപ്രദേശത്തിലെ ആൾക്കാർ അമ്പലമായി പണിതേക്കുന്ന ദുര്യോധനും കർണനും വേണ്ടി സമർപ്പിച്ചേക്കുന്ന, ദുര്യോധനൻ, കർണൻ, ദുര്യോധൻ്റെ വൈഫ്, പിന്നെ അവരുടെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി പണിതേക്കുന്ന ഈ അമ്പലത്തിലോട്ടാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ അമ്പലത്തിലോട്ട് പോകണമെന്നുള്ളത്. ഇതെല്ലാം ഒരു സ്റ്റോറിയാണ്, ഒരു ഫോക്ക് ടെയിലാണ്. എത്ര കൊണ്ട് ശരിയാണെന്നോ ഇത് വാലിഡേറ്റ് ചെയ്യാനെന്നോ എനിക്ക് പറ്റില്ല. പക്ഷേ വ്യാസൻ എഴുതിയ മഹാഭാരതത്തിൽ ദുര്യോധന കർണന്മാരുടെ നല്ല നല്ല ഡീഡ്സുകൾ, ഗുഡ് ഡീഡ്സുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പേഴ്സണലി ഞാനും ബിലീവ് ചെയ്യുന്നത് മനുഷ്യനായി ജനിച്ച ആരും തന്നെ നല്ലതോ ചീത്തയോ അല്ല, എല്ലാവരും ഒരു ഗ്രേറ്റ് ഷെയ്ഡഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടെന്നാണ് എൻ്റെ ഒരു തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഇഫ് യു പ്രൊവോക്ക് ദം സഫിഷ്യൻ്റ്ലി അവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കഥ. ഈ കഥ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ 2-2.5-3 മണിക്കൂർ അടുത്തായി വണ്ടി ഓടിക്കണത്. ഇനി അധികം താമസിയാതെ അമ്പലത്തിലെത്തും. നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന്, കൊല്ലത്താണ് ഈ അമ്പലം, കൊല്ലത്ത് ഒരു ഏകദേശം 140 കിലോമീറ്റർ അടുത്തുണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന്. ഞങ്ങളെല്ലാവരും കറക്റ്റ് സ്ഥലത്ത് എത്തിയേട്ടാ. എല്ലാവരും പോകും. നല്ല അടിപൊളി സ്ഥലമാണ് ഇത്, ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് എനിക്ക് കുറേ നാളായിട്ട് വന്നോന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലം. ഇത് നമ്മുടെ മഹാഭാരതത്തിൽ ദുര്യോധനൻ്റെ അമ്പലമാണ്. ദുര്യോധനന് വേണ്ടി പ്രതിഷ്ഠിച്ച അമ്പലം. ദുര്യോധനുണ്ട്, കർണനുണ്ട്, പിന്നെ ദുര്യോധനൻ്റെ വൈഫുമായിട്ടുള്ള ഒരു അമ്പലം കേട്ടോ. ഇവിടെ നല്ല ടൂറിസ്റ്റുകളൊക്കെ ഉള്ള കേട്ടോ. കുഞ്ഞാവ നടന്ന് വന്നി. ഇവിടെ ഒരു നല്ലൊരു ഗോപുരം വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലം നിലനിൽക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിൽ വിഗ്രഹപ്രതിഷ്ഠകളൊന്നുമില്ല. ദുര്യോധന മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലം നമ്മൾ ആദരിക്കുന്നു എന്ന് മാത്രം. പിന്നെ അമ്പലം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ അവിടെയുണ്ട്. മെയിൻ വഴിപാടെന്ന് പറയുന്നത് കള്ളു കൊടുക്കലും പിന്നെ നമ്മുടെ പുകയില കൊടുക്കലുമാണ് മെയിനായിട്ടുള്ള വഴിപാടുകൾ. എന്താ സംഭവം? എന്തത് വഴിപാടാണ്. നേരെ കാണുന്ന സ്ഥലത്താണ് ദുര്യോധനൻ മെഡിറ്റേറ്റ് ചെയ്തതായി പറയപ്പെടുന്നത്. അപ്പം ഞാനിവിടുത്തെ ആൾക്കാർക്ക് ചോദിച്ചു, ഇത് ഒരു അന്നദാനവുമായി ബന്ധപ്പെട്ട് അത് പൂജിക്കാൻ വെച്ചേക്കുന്നതാണ്, അന്നദാനം കൊടുക്കുന്നതിന് മുമ്പായി.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പണിതേക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പണിതേക്കുന്നതാണ്. ഈ വഴി കൂടെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്ര നല്ല ഭംഗിയായിട്ടാണ് അമ്പലം പണിതേക്കുന്നതെന്ന്. നടന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യണം. അതിലൊക്കെ നടക്കുകയാണ്, ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അതിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ്. ആദ്യ കൂട്ടൻ അവിടെ ഫുള്ള് മണ്ണുവാരി കളിയായിരുന്നു. കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്ന ടൈമിൽ അമ്മയും മമ്മിയും കൂടെ ആയിട്ട് ഇളക്കണ്ട വഴിപാടുകൾ മുഴുവൻ നടത്തുവാണ്. അമ്മയും മമ്മിയും കൂടെ എവിടെ പോയാലും വഴിപാടുകൾ നടത്തലാണ് അവരുടെ മെയിൻ പരിപാടി. ദുര്യോധനൻ മാത്രമല്ല കർണനും ബാക്കിയുള്ളവരുടെയും തറകളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ എവിടെയെന്ന് അറിയാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഒരു 3-4 ഏക്കറിൽ കിടക്കുന്നൊരു അമ്പലമാണിത്. ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഓരോരോ കെട്ടുകളായിട്ടാണ് ഇവർ പണിതേക്കുന്നത്, അമ്പലങ്ങളായിട്ടാണ് പണിതേക്കുന്നത്. അപ്പോൾ താഴത്തും കുറച്ചങ്ങോട്ട് മാറിയൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ കെട്ടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരോ സ്ഥലത്തോട്ട് ഇറങ്ങുവാണ്. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഡാഡ പുറകിലുണ്ട്, ഡാഡ ഉണ്ട് കേട്ടാ. ഓരോ പടക്കം പൊട്ടിക്കുമ്പോഴും അവിടെ നിന്ന് എക്കോ അടിക്കണ്, അവിടെ നിന്നൊക്കെ 4 സൈഡിൽ നിന്ന് എക്കോ അടിക്കണം. അതൊക്കെ നല്ല രസമായിട്ടാണ് കേൾക്കാനായിട്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു അമ്പലം. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇത് നടക്കാനായിട്ട് ഭയങ്കര പാടാട്ടോ, ഈ ചെറിയ കല്ല് കാരണം കൊണ്ട്. അവിടെ എന്തൊക്കെയുണ്ട് നോക്കി.
തറകളുണ്ട്, കുറേ തറകളായിട്ട് എൻ്റെ തപസ് ചെയ്യുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പം എൻ്റെ മീനിങ് മനസ്സിലാവണില്ല, എഴുതി വെക്കണോ എഴുതുന്നത് ആക്ച്വലി. മെയിനായിട്ട് ദുര്യോധനം വന്ന് തപസ്സല്ല മെഡിറ്റേഷൻ ചെയ്ത സ്ഥലം അവിടെ നമ്മൾ ആദ്യം കണ്ട ഇതാണ്. ഒരാൾ കൊടയൊക്കെ ചൂടിയാനുള്ള രസമുണ്ടല്ലേ. മമ്മടുത്ത് വഴക്കിട്ടിരിക്കുക. മമ്മടുത്ത് വഴക്കിട്ടാ എന്റെ ഉടുപ്പിന്റെ സാധനമൊക്കെ വലിച്ചെടുത്തതേ. അവിടെ ഒരു കൂടാരം ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാട്ടോ അമ്പലത്തിൽ, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലങ്ങളുടെ ഭംഗി അമ്പലങ്ങളൊക്കെ നോക്കി പോയ കാരണം കൊണ്ട് എവിടെയൊക്കെ ഏതൊക്കെ ആൾക്കാരാണ് പ്രതിഷ്ഠിച്ചേക്കണേന്ന് നമുക്കൊരു പിടിയുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ മുത്തപ്പൻ അപ്പൂപ്പൻ എന്നൊക്കെയാണ് ഇവരെ പറയുന്നത്. കാരണം കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ കർണൻ്റെ ഏതാണെന്ന് അറിയാത്തൊരു സങ്കടത്തിൽ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണ് മനസ്സിലായത് ഞങ്ങൾ കർണൻ്റെ അമ്പലത്തോട്ട് കയറിയിട്ടില്ലാന്ന്. കർണൻ്റെ അമ്പലത്തിൻ്റെ എംബ്ലം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അത് കർണൻ്റെ അമ്പലമാണെന്ന്. കാരണം നമ്മുടെ സൂര്യൻ്റെ ഉദിച്ചു നിൽക്കുന്ന ഒരു എംബ്ലം ഗോപുരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് തന്നെ അവിടെ പോയിട്ട് പെട്ടെന്ന് ഇറങ്ങി അമ്പലത്തോട്ട് കയറുക കേട്ടോ. ഇവിടെ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും മോനെ. ഉത്സവല്ലേ, ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, ആ ഗ്യാപ്പിൽ കയറ്റായിരുന്നില്ലേ തണലൊക്കെ എല്ലാരും വെക്കൂടാ. എവിടെ അമ്പലം കാണില്ല, അമ്പലമാണ് കാണുന്നത്, ആൽത്തറ കാണുന്നത്, ഇതാണ് അമ്പലം അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കൊല്ലം വരെ വന്നതല്ല, എന്നിട്ട് ഞങ്ങൾ ഓച്ചിറയിലോട്ട് വന്നേക്കുക. ഓച്ചിറ അമ്പലത്തിൽ എന്തോരം കാർ പാർക്കിംഗ് ആണെന്ന് നോക്കി. ഇവിടെയൊക്കെ നല്ല തിരക്കാട്ടാ. ഞങ്ങളിങ്ങനെ അറ്റം വരെ വന്നു, ഇനി അങ്ങോട്ട് നടക്കണം. ധനവും മനവും ഒരുപോലെ വിനിയോഗിക്കേണ്ട വഴിപാടാണ് ബലിപരിപാടി. ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പരിപാവനമായ നമ്മുടെ മണ്ണിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും മനമുരുകി ആദ്യം നടത്തുന്ന വഴിപാടാണ് ബലിപരിപാട്. കാളയാണ്. അവരവരുടെ കഴിവുണ്ടാകും. ഒരു ഒരുപാട് എന്തെങ്കിലും കൊടുത്താൽ അതിനെന്തെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കും. നമ്മളെ കൊണ്ട്
വർഷം പഴക്കമുള്ള ഇതാണാവോ ആവും. അപ്പോൾ 2 അമ്പലങ്ങളിലും കയറിയിട്ട് ഞങ്ങളപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഏകദേശം 100-120 കിലോമീറ്റർ തിരിച്ച് ഡ്രൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓച്ചിറയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉള്ളൂ ഈ മലനാട ടെമ്പിൾ, അതായത് ദുര്യോധനൻ്റെ ടെമ്പിളിലോട്ട്. ടെമ്പിളിൽ പോയില്ലെങ്കിലും ആ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്, വളരെ ഭംഗിയുള്ള നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ.